ദേ ഈ കാണുന്നതാണ് ഞങ്ങളെ ഗവൺമെന്റ് കോളേജ് നിലമ്പൂർ. ഒന്നും കാണില്ലല്ലേ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അവിടെയാണ് പഠിക്കുന്നത്. കോളേജ് വരും പറഞ്ഞ ഒരു 10-400 അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ എന്ത് സുഖേനെന്നറിയോ? പലചരക്ക് പീടി ഏതാ ക്ലാസ് ഏതാ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം. പലർക്കും അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് കട, മുടി താടി പഠിക്കാനാണെങ്കിൽ തൊട്ട് താഴെ കട. നമ്മളെ കുഞ്ഞാക്ക ലാസ്റ്റ് പാസ്സാക്കിയിട്ട് പോയ കോളേജാണ് ഈ കോളേജ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടുത്തെ MLA-ക്കോ ഭരണകക്ഷി സർക്കാരിനോ ഇവിടെ വേണ്ടിയിട്ട് ഒരു തേങ്ങയും ചേങ്ങ പറ്റിയിട്ടില്ല. അതിപ്പോ ഞങ്ങളെ വാപ്പുട്ടിയാക്കനെ വരണം. കമ്പ്യൂട്ടർ വാങ്ങാൻ ഫണ്ട് പാസ്സായി, പക്ഷെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ വൈക്ക് പോയി. കോളേജിൽ നല്ല നല്ല കോഴ്സുകൾ വന്നു, പക്ഷെ കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തള്ളിപ്പോയി. എന്നിട്ട് പോലും ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നല്ല റാങ്കോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ ഇടം പിടിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തേണ്ട ആൾക്കാരാണ്. സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ മിനിമം ഒരു 300 പേർക്കെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരു വരാന്തയോ അല്ലെങ്കിൽ ഒരു മുറ്റോ ഒന്നും ഇല്ലാത്തൊരു കോളേജ്, അതും ഒരു ഗവൺമെന്റ് കോളേജ്. ഒരു ഗ്രൗണ്ട് PT മാഷും ഇല്ലാതെ ഞങ്ങൾ ക്രിക്കറ്റിൽ ക്വാർട്ടർ വരെ എത്തി. ഒരു ഗ്രൗണ്ട്, നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ എവിടെ എത്തണ്ട. നിങ്ങളെ നാട്ടിലുള്ള ചങ്ങായിമാരെ ഏതെങ്കിലും കോളേജ് ശുചിമുറിക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി എടുത്തേ? പക്ഷെ എന്റെ നാട്ടിൻ്റെ ഒരു കോളേജ്, ഞാൻ പഠിക്കണേ എന്റെ ഗവൺമെന്റ് കോളേജ്. കോളേജിന്റെ വാടക അടക്കാൻ വേണ്ടി ഞങ്ങളടുത്തുനിന്ന് പൈസ വാങ്ങണം. ഇപ്പൊ ഞങ്ങളെ പേടി എന്നാണാവോ നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാമ്പസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കൂടി അന്വേഷിക്കണം. ഇങ്ങനെ ഒരു ഗവൺമെന്റ് കോളേജ് നിലമ്പൂരിലുണ്ടോ എന്ന് സർക്കാരിന് അറിയോ എന്ന്. എല്ലാവരും പഠിക്കണം, ആരും പാർശ്വവൽക്കരിക്കപ്പെടണം, എല്ലാവരും ഉന്നതിയിലേക്ക് എത്തണം, എല്ലാവരും.